ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഗസ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇന്ന് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഹൂത്തികളെ തളയ്ക്കാനായി അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു ബഹുരാഷ്ട്ര നാവികസേന രൂപം കൊള്ളുന്നു എന്നതായിരുന്നു. മൾട്ടിനാഷണൽ സെക്യൂരിറ്റി ഇനീഷ്യേറ്റീവ് എന്ന പേരിൽ ഉണ്ടാക്കിയ ഒരു ബഹുരാഷ്ട്ര ടാസ്ക് ഫോഴ്സിൽ നാറ്റോ രാജ്യങ്ങൾ, ഏതാണ്ട് 10ഓളം രാജ്യങ്ങളുടെ നാവികസേനകൾ ഉൾക്കൊള്ളുമെന്നും അവർ ഹൂത്തികളെ തിരിച്ചടിച്ച് ചെങ്കടലിലൂടെയുള്ള ചരക്കു കപ്പലുകളുടെ ഗതാഗതം സുഗമമാക്കുമെന്നുമൊക്കെയായിരുന്നു പെൻറ്റഗണിൻ്റെ അവകാശവാദം. എന്നാൽ അത്തരമൊരു വാദം മുന്നോട്ട് വെച്ച് പെൻറ്റഗൺ ആ പ്രസ്താവന നടത്തിയതിന് തൊട്ടു പിന്നാലെ ഹൂത്തികൾ അതിശക്തമായ തിരിച്ചടിയും മുന്നറിയിപ്പും നൽകിയിരിക്കുകയാണ്. ഹൂത്തികൾ അവരുടെ എക്സ് അക്കൗണ്ടിൽ ഇട്ടിരിക്കുന്ന പോസ്റ്റിൽ ഞങ്ങൾ ചെങ്കടലിനെ ഒരു ഗ്രേവിയാർഡ് അഥവാ ശവപ്പറമ്പാക്കി മാറ്റുമെന്ന് കൃത്യമായി തന്നെ പറയുന്നു. അതോടൊപ്പം ഈ അമേരിക്കയുടെ നിർണായകമായ പ്രഖ്യാപനം വന്ന് അധികം വൈകാതെ ചെങ്കടലിലൂടെ പോയ ഒരു കപ്പലിന് നേരെ കൂടി ആക്രമണം നടത്തിയിരിക്കുകയാണ്. ആ ആക്രമണം നടത്തിയത് ഹൂത്തികളാണോ എന്ന് വ്യക്തമല്ല. പക്ഷേ 4 ബോട്ടുകളിലായി വന്ന സംഘങ്ങൾ കപ്പലിലേക്ക് ഇരച്ചു കയറി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഹൂത്തികളുടെ നിലപാട് വ്യക്തമാണ്. അവർ എക്സിൽ കുറിച്ചിരിക്കുന്ന ആ പോസ്റ്റിൽ, ആ കുറിപ്പിൽ അവർ വ്യക്തമായി പറയുന്ന ഒരു കാര്യം, ഗസയിലെ ജനോസൈഡ് ക്രൈമുകൾ നിർത്താതെ, അതായത് ഗസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യാ കുറ്റകൃത്യം നിർത്താതെ ഞങ്ങൾ ഓപ്പറേഷനിൽ നിന്ന് പിന്മാറില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുഹമ്മദ് അൽ ബുഖൈറ്റി എന്ന ഐഡിയിൽ നിന്ന് ഹൂത്തികളുടേതായി വന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്, ഈവൻ ഇഫ് അമേരിക്ക സക്സീഡ്സ് ഇൻ മൊബൈലൈസിംഗ് ദ എൻറ്റയർ വേൾഡ്, our military operations will not stop unless the genocide crimes in Gaza stop and allow food, medicine and fuel to enter its basic population, no matter the sacrifice it costs us. അതായത് ഗസയിലെ ജനോസൈഡ് ക്രൈമുകൾ നിർത്തുകയും അതോടൊപ്പം ഗസയിലെ വിലപിക്കുന്ന ജനങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും മരുന്നുമടക്കമുള്ള അവശ്യ സാധനങ്ങൾ നൽകുകയും ചെയ്യാതെ ഞങ്ങളുടെ തിരിച്ചടി അവസാനിപ്പിക്കില്ല. അതിനുവേണ്ടി ഞങ്ങൾ എന്തൊക്കെ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നാലും ഞങ്ങൾ അതിനൊരു പ്രശ്നമായി കാണുന്നില്ല എന്നാണ് ഹൂത്തികൾ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. Our war is moral and we will not abandon the responsibility of defending the oppressed on earth. അതായത് അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി ശക്തമായി പ്രതിരോധിക്കുക എന്നത് ഞങ്ങളുടെ കർത്തവ്യമായി ഞങ്ങൾ കാണുന്നു എന്നുകൂടി ഇവർ കുറിക്കുന്നു. അതായത് ശക്തമായ നിലപാടുമായി ഹൂത്തികൾ അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം ഹൂത്തികൾ ഒരു കാരണവശാലും പിന്മാറുകയില്ല എന്നും ഹൂത്തികൾ ഒരു യുദ്ധത്തിലേക്ക് പോവുകയാണ്, അതിന് പോലും തയ്യാറായി നിൽക്കുകയാണ് എന്നും ഇതിൽ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഇന്നലെ 2 കപ്പലുകൾ തകർത്തതിന് പിന്നാലെ അമേരിക്കയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് വന്നതിന് ശേഷം, അതായത് ഒരു ബഹുരാഷ്ട്ര ടാസ്ക് ഫോഴ്സ്, അന്താരാഷ്ട്ര നാവൽ ടാസ്ക് ഫോഴ്സ് ഉണ്ടായിട്ടും ഹൂത്തികൾ ഭയപ്പെടാതെ ഈ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയും തൊട്ടു പിന്നാലെ ഒരു കപ്പൽ, ആ കപ്പൽ റെഡ് സീയുടെ കവാടത്തിൽ വെച്ച് ആക്രമിക്കപ്പെട്ടു എന്നാണ് സ്ഥിരീകരണം വന്നിരിക്കുന്നത്. ഡിജിബൌട്ടിയിൽ നിന്ന് 90 മൈൽ നോർത്ത് ഈസ്റ്റിലൂടെ സഞ്ചരിച്ചിരുന്ന കപ്പൽ 4 ചെറുബോട്ടുകളിലായി എത്തിയ സംഘം ആക്രമിച്ചു എന്നും ഓരോ ചെറുബോട്ടിലും 4-5 പേർ വീതം ഉണ്ടായിരുന്നു എന്നുമൊക്കെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് വരുന്നത്. അതായത് ഞങ്ങൾ നിർത്തിയിട്ടില്ല, നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല, ഒട്ട് നിർത്തുകയുമില്ല എന്ന് അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും നാവികസേനകൾക്കുമൊക്കെ വലിയ മുന്നറിയിപ്പ് എന്ന മട്ടിൽ തന്നെയാണ് ഹൂത്തികൾ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയം വലിയ പ്രശ്നമായതോടുകൂടി, അതായത് ഹൂത്തികൾ ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തെ ഒരു ആഗോള പ്രശ്നമാക്കി മാറ്റിയത് വളരെ പെട്ടെന്നായിരുന്നു. എല്ലാ രാജ്യങ്ങളും ആശ്രയിക്കുന്ന എല്ലാ ബഹുരാഷ്ട്ര കുത്തകകളും തങ്ങളുടെ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളുമൊക്കെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വില കൂടിയ ചരക്കുകളൊക്കെ കൈമാറ്റം ചെയ്യുന്ന സൂയസ് കനാലിലേക്കുള്ള കവാടമായ, അല്ലെങ്കിൽ അവിടേക്കുള്ളൊരു വഴിയായ റെഡ് സീയിലെ ചെങ്കടലിലെ ഏതാണ്ട് 16 കിലോമീറ്ററോളം ഭാഗത്താണ് ഹൂത്തികളുടെ ഭീഷണി നിലനിൽക്കുന്നത്. നിരവധി കപ്പലുകൾ അവർ തകർത്ത് കഴിഞ്ഞു, നിരവധി ഡ്രോണുകളും മിസൈലുകളും ഒക്കെ അവർ അയച്ചു കഴിഞ്ഞു, തങ്ങളുടെ കരുത്തവർ തെളിയിച്ചു കഴിഞ്ഞു. ഇതോടുകൂടി അന്താരാഷ്ട്ര ബഹുരാഷ്ട്ര കുത്തക കമ്പനികളൊക്കെ ഞങ്ങൾ അതുവഴി ഇനി ചരക്കയക്കുന്നില്ല എന്ന് പറയുന്നു. ഇരട്ടി സമയവും പണവും ചെലവാക്കി മറ്റു വഴികളിലൂടെ പോകുന്നു. സ്വാഭാവികമായിട്ടും വിലക്കയറ്റം ഉണ്ടാകുന്നു, വലിയ സാമ്പത്തിക നഷ്ടം ഇവർക്കൊക്കെ ഉണ്ടാകുന്നു. ഇതെല്ലാ രാജ്യങ്ങളെയും പിടിച്ചുലയ്ക്കുന്നു. അത് പിന്നീട് ഒരു ആഗോള പ്രശ്നമായി മാറുന്നു. അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അമേരിക്കയ്ക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യുന്നില്ല, ചെയ്താൽ തിരിച്ചടി ശക്തമായിരിക്കുമെന്ന് ഭയന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആശങ്ക കൊണ്ടായിരിക്കാം. എന്തായാലും അമേരിക്ക ഒറ്റയ്ക്ക് ഇറങ്ങിയില്ല. 10 നാറ്റോ രാജ്യങ്ങളെയൊക്കെ കൂട്ടിയിട്ട് ഇപ്പോൾ തീർത്ത് കളയും, അല്ലെങ്കിൽ കപ്പലുകൾക്ക് വലിയ പ്രൊട്ടക്ഷൻ കൊടുത്ത് കളയും എന്ന് വിചാരിച്ചിറങ്ങുമ്പോൾ ഹൂത്തികൾ പറയാണ്, വാ മക്കളെ വാ, വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് പോരെയെന്ന്.
എന്താണ് അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. ഈ പ്രതിസന്ധി പരിഹരിക്കപ്പെടാനേ പോകുന്നില്ല ഇസ്രായേൽ യുദ്ധം നിർത്താതെ എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു വശത്ത് ഹിസ്ബുള്ള നോർത്തേൺ ഇസ്രായേലിലേക്ക് മിസൈലുകൾ തൊടുത്തുവിട്ട് അവിടെ സൈനികരെയൊക്കെ ആക്രമിച്ച് കൊലപ്പെടുത്തിയും മറ്റുമൊക്കെ ചെയ്തിട്ട് ഹിസ്ബുള്ള പറയുന്നതും ഇതുതന്നെയാണ്, നിങ്ങൾ ഗസയിൽ നിന്ന് പിന്മാറാതെ ഞങ്ങൾ ഈ പണി നിർത്തില്ല എന്ന്. അതുതന്നെയാണ് ഹൂത്തികളും പറയുന്നത്. കപ്പലുകളൊക്കെ ആക്രമിച്ചിട്ട് പറയുകയാണ്, ഗസയിലെ നിങ്ങളുടെ ആക്രമണം നിർത്താതെ ഞങ്ങൾ ഇത് നിർത്തില്ല എന്ന്. ഹമാസും പറയുന്നു, ഇവിടെ നിന്ന് മുഴുവൻ സൈന്യവും പിന്നോട്ട് പോകാതെ വെടിനിർത്തൽ ചർച്ചയിലേക്കില്ല എന്ന്. അതായത് ഇസ്രായേലിനെതിരെ നിൽക്കുന്നവരെല്ലാവരും ശക്തമായൊരു നിലപാടിലേക്ക് പോകുമ്പോൾ ആരൊക്കെ എതിർക്കാൻ വന്നാലും ഒരു കുഴപ്പവുമില്ല, ഞങ്ങൾ അടിച്ചു നിൽക്കുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിന് മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമാവുകയാണ്. വെടിനിർത്തൽ പ്രഖ്യാപിക്കാതെ, സൈന്യത്തെ ഗസയിൽ നിന്ന് പിൻവലിക്കാതെ ഈ പറയപ്പെടുന്ന പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടില്ല എന്ന പൊതുചിത്രമാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കപ്പെടുന്നത്. എന്തായാലും ഹൂത്തികൾ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുമ്പോൾ അത് അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും സഖ്യ നാവിക ടാസ്ക് ഫോഴ്സിനുമൊക്കെ വലിയ തലവേദനയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. യുദ്ധം പുതിയൊരു തലത്തിലേക്ക് ചിലപ്പോൾ വ്യാപിച്ചേക്കാം. ഹൂത്തികൾ അതിശക്തമായ ആക്രമണം നടത്തിയേക്കാം. കാരണം മുമ്പ് സൗദിയിലെ അരാംകോയിലൊക്കെ സ്ഫോടനം നടത്തിയ സമയത്ത് ആരാലും ചെയ്യാൻ കഴിയാത്തൊരു കാര്യമെന്ന് ലോകം വിചാരിച്ച ഒരു കാര്യമാണ്, യുദ്ധമാണ് അല്ലെങ്കിൽ ആക്രമണമാണ് സൗദിയിലേക്ക് ഹൂത്തികൾ നടത്തിയത്. എല്ലാവിധ പിന്തുണയും അന്ന് സൗദിക്കുണ്ടായിരുന്നുവെങ്കിലും ഹൂത്തികൾ നിഷ്പ്രയാസം അത്രയും വലിയൊരു ആക്രമണം നടത്തി ലോകത്തെ ഞെട്ടിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പ് അപകടകാരികളാണ്, വലിയ പ്രശ്നക്കാരാണ്. ഏതറ്റം വരെയും പോകാൻ അവർ തയ്യാറാകുന്നവരാണ്. അവരെ പിന്തുണച്ചുകൊണ്ട് പറയുകയല്ല ഒരിക്കലും, യുദ്ധം നടത്തുന്ന ആരോടും പിന്തുണയില്ല. പക്ഷേ അവരതിനെ പ്രതിരോധമായാണ് കാണുന്നത്. ആ നിലയ്ക്കാണ് അവർ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ അവർ മുന്നോട്ട് പോകുമ്പോൾ ഇസ്രായേൽ വീണ്ടും യുദ്ധം തുടർന്നാൽ ഈ പറയുന്ന അമേരിക്കയും സഖ്യകക്ഷികളുമൊക്കെ ഹൂത്തികൾക്കെതിരെ നിലപാട് സ്വീകരിച്ചാൽ യുദ്ധം പുതിയ തലത്തിലേക്ക് പോകും, വ്യാപിക്കും. അടുത്തൊന്നും യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നില്ല.